അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 214 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. يسألونك ماذا സീൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യസ് അലൂനക്ക നോതരുത്. യസ് അലൂനക്ക ഹംസയെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക കേട്ടോ. ആ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ വൗമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. യസ് അലൂനക്ക കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ദാലിൻ്റെ കൂടെയും അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ സൗണ്ട് ദാലായി പോവാതെ നോക്കുക കേട്ടോ. മാതാ നോതരുത്, മാത. നാവിൻ്റെ ടിപ്പ് മേലെ മുൻപല്ലിൻ്റെ ടിപ്പിൽ കൊണ്ടിട്ട് വെക്കുക. യുൻഫിഖൂൻ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. യുൻഫിഖൂൻ ഓതിപ്പോവരുത്. യുൻഫിഖൂൻ അതുപോലെ ഓതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി വഖഫ് ചെയ്യുമ്പോൾ നൂനിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഖുൽ മാ അൻഫഖ്തും ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഓ എന്നുള്ള സൗണ്ട് കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2ഓ 4ഓ കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫാ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഖാഫ് കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. അൻഫഖ്തും മിൻ. പിന്നെ ഇസ്തിഅലാൻ്റെ ലെറ്ററും കൂടിയാണല്ലോ ഖാഫ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവി, മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിക്കും ചെയ്യുക. ഉന്നയോടുകൂടി ഓതും ചെയ്യുക കേട്ടോ. മിൻ ഖൈരിൻ ഫലിൽ വാലിദൈൻ. ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. മിൻ ഖൈരി എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. മിൻ ഖൈരിൻ അതുപോലെ ഓതുക കേട്ടോ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫാ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഖൈരിൻ ഫലിൽ വാലിദൈനി നോതിപ്പോവരുത്. ഖൈരിൻ ഫലിൽ വാലിദൈൻ അതുപോലെ ഓതുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാവിൻ്റെ കൂടെ അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലഖറബീൻ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. പിന്നെ കൊൽക്കല ലെറ്ററും കൂടിയാണ്, അപ്പോൾ സുക്കൂനാവുന്ന സമയത്ത് ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കുക. വൽ അഖറബീൻ അതുപോലെ ഓതുക കേട്ടോ. റോ ഫതഹയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ബ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വൽ യതാമ വൽ മസാകീൻ വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ത കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെയും അലിഫ് സ്വഗീറയാണ് വന്നിട്ടുള്ളത്, അവിടെയും 2 കൗണ്ട് നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക.
വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. വൽ മസാക്കീൻ, പല്ല് ചുണ്ടിൽ തട്ടിച്ചിട്ടുള്ള പ്രൊനൗൺസിയേഷൻ തെറ്റാണ്, ശ്രദ്ധിക്കുക. സീനിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാനായിട്ട് ശ്രദ്ധിക്കുക. കാഫിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വബിനിസ്സബീൽ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ബ കൊൽക്കൊല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുന്ന സമയത്ത് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. വബിനിസ്സബീൽ, അതുപോലെ ഓതാം. സീനിന് ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ലാമിന് സുക്കൂന് കൊടുക്കുമല്ലോ, അപ്പോൾ മദ് 6 സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യണം. വമാ തഫഅലൂ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക അല്ലേ. കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. അയനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വൗമദിന് ശേഷം വരുന്ന അലിഫ് റസ്മിൽ മാത്രം കാണുന്നതാണ് കേട്ടോ. ഹർഫു സായതയാണ്, ഒഴിവാക്കേണ്ടതാണ്, അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ട. മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ്, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇൽഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. മിൻ ഖൈരിൻ അവിടെ ഓതരുത്. മിൻ ഖൈരിൻ ഫ, അതുപോലെ ഓതുക കേട്ടോ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, നാവിൻ്റെ ബേക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. റാക്ക് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. ഖൈരിൻ ഫ ഇന്ന നോതരുത്. ഖൈരിൻ ഫ ഇന്നല്ലാഹ്, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം, താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്മൽ ഔന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിന് ലാമിനെ നമ്മൾ ഉയർത്തിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ബിഹി അലീം, ഹ കൂടെ യാ സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.